Namaskaram and welcome to Cutie the Beauty Soap and BSY Noni Hair Color Shampoo co-presents Mr. and Mrs. Blockbuster partner MyG, My Generation Detail Hub, co-powered by Asian Paints and special partner Soapik. നമ്മുടെ പ്രേക്ഷകരോട് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു നമ്മളൊരു പുതിയ സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് അല്ലെ? അതിനൊരു നോമിനേഷൻ ഒക്കെ കഴിഞ്ഞു. ആ സൂപ്പർ സ്റ്റാർ ഗാലറിയുടെ സീറ്റിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതെ, ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് പ്രസൻസ് സൂപ്പർ സ്റ്റാർ ഗാലറി ഫോർ സൂപ്പർ കപ്പിൾസ്. നമുക്ക് പരിപാടി തുടങ്ങണ്ടേ? നമ്മൾ ഇവിടുന്ന് പോയാലേ ബാക്കിയുള്ള സെറ്റിംഗ്സ് നമ്മുടെ പ്രേക്ഷകർ വേണ്ടി ഞെട്ടത്തുള്ളൂ. കാര്യം ഓൾറെഡി ഇവിടെ എല്ലാരും വന്നു. നമ്മളാണ് ഏറ്റവും ലേറ്റ് ആയിട്ട് വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പോയി എല്ലാരും വെൽക്കം ചെയ്താലോ? ഓക്കെ. അല്ല, ഇത്രയും അണിഞ്ഞൊരുങ്ങി സാരിയൊക്കെ എടുത്തു വരാൻ DPക്ക് ഇത്ര സമയം എടുത്തില്ലല്ലോ ഇവിടെ. ഞങ്ങള് അങ്ങനെയല്ലോ, ഞങ്ങള് വന്നിട്ടാണല്ലോ മൊത്തത്തിൽ റഷ്യന്ന് വരുവാ. അതുകൊണ്ടാണ് ഇച്ചിരി മരം കോച്ചുന്ന സ്ഥലത്ത് ഞാനൊരു പാവം റൈഡർ. ഓക്കെ, അപ്പോ GB and DP വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സസ്. പിന്നെ ഓൾറെഡി നമ്മുടെ കപ്പിൾസ് വന്ന് ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് ടാസ്കിന് വേണ്ടിട്ട്. എപ്പിസോഡ് തുടങ്ങുമ്പോ തന്നെ ടാസ്ക് അല്ലേ? നേരത്തെ ടാസ്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹമാണോ, അതോ നീ ഒന്നും ഇനി ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കണ്ട, പരിപാടി നേരത്തെ തുടങ്ങാം എന്നുള്ളതാണോ നമുക്കറിയത്തില്ല. പക്ഷെ നമുക്ക് പോസിറ്റീവ് സെൻസിൽ എടുക്കാം. അപ്പോ നമ്മള് നമ്മുടെ ആദ്യത്തെ ടാസ്കിലേക്ക് പോകാൻ പോവുകയാണ്. ഓക്കെ, എന്റെ ഷിട്ടുവിന് ടാസ്കിന്റെ പേര് കിട്ടി. ഷിട്ടു, എന്താണ് ടാസ്ക്? കലിപ്പന്റെ കാന്താരി. കലിപ്പന്റെ കാന്താരി. ആ കലിപ്പനെ നോക്കി ഒരു 5 സെക്കൻഡ് ബാക്കിലിട്ട് പോയ കലിപ്പന്റെ ഒരു എക്സ്പ്രഷൻ കാണായിരുന്നു. കലിപ്പന്റെ കാന്താരി, കലിപ്പന്റെ കാന്താരി. നിങ്ങള് ഇവിടുത്തെ കലിപ്പന്മാരാണ്, നിങ്ങളുടെ കാന്താരികളാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. പക്ഷെ കലിപ്പനും കലിപ്പന്റെ കാന്താരിയും സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, ഇച്ചിരി പണിയുള്ള കാര്യമാണ്. നമുക്ക് പറയുന്നതിന് മുമ്പ് ഈ ഭർത്താക്കന്മാരെ രണ്ടുപേരും നമുക്ക് ഗെറ്റ് ഔട്ട് അടിച്ചാലോ? പിന്നെ അല്ല നമ്മുടെ പ്രേക്ഷകരോടും ഭാര്യമാരോടും കാന്താരിമാരോടും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, തൽക്കാലത്തേക്ക് കുറച്ചേരം എൻജോയ് ചെയ്ത് ചില്ല് ചെയ്ത്. അതെ, കുറച്ചേരം ഇവിടുന്ന് പോയി എൻജോയ് ചെയ്യണം. 5 മിനിറ്റ് പോ. ഭർത്താക്കന്മാരെ രണ്ടുപേരും നമ്മൾ പുറത്താക്കി. ഹാപ്പി ആയില്ലേ? കലിപ്പന്റെ കാന്താരി എന്താണെന്നുള്ളത് നമ്മൾ പറയാൻ പോവാണ്. കലിപ്പന്മാര് പുറത്താണല്ലോ. കലിപ്പന്മാര് വന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാന്താരിമാരെ കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ. 3 ബോക്സുകൾ ഇരിപ്പുണ്ട്. ഓക്കെ, ഇതിലേതെങ്കിലും 2 ബോക്സിലായിരിക്കുമല്ലോ ഇവര്. ഇവരെ കറക്റ്റ് ആയിട്ട് ഇവരുടെ കലിപ്പന്മാരെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമ്മളൊരു ചെറിയ ക്ലൂക്കൾ കൊടുക്കും. ഇവര് തന്നെ ഇവരെ പറ്റി നമ്മളോട് പറയും. അത് ഞാൻ വളരെ വൃത്തിയായിട്ട ഹാൻഡ് റൈറ്റിംഗിൽ ഇവിടെ എഴുതും. ആ ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് ഇതെന്റെ ഭാര്യയാണ് എന്ന് മനസ്സിലാക്കി ആ വാതിൽ തുറന്ന് സ്വന്തം കാന്താരിയെ കലിപ്പൻ ചേർത്ത് പിടിക്കണം. ജനറൽ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം. അതിന്റെ ഇടയിൽ കൂടെ കുത്തിക്കേറ്റി സീക്രട്ട് ഒന്നും കേട്ടിട്ട് ഞാനാ എഴുതുന്നത്. മാപ്പ പേടിക്കണ്ട. അജീവ് എഴുതുന്നത് ബിക്കോസ് അവരല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് കണ്ടുപിടിച്ചാലോ. മൂന്നാമത്തെ ഒരു ബോക്സ് ഉണ്ട്, അത് സർപ്രൈസ്. അല്ലേ, അവരെ തെറ്റിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ നമുക്ക്? പിന്നെ അല്ല. ഓക്കെ, ഞാൻ ആദ്യം അമ്മൂട്ടന്റെ ഡിസ്ക്രിപ്ഷൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇവിടെ എഴുതാം. ആദ്യം കേട്ട് കഴിഞ്ഞിട്ട് എഴുതി തുടങ്ങിയാൽ മതി കേട്ടോ. നമുക്കത് അപ്രൂവ്ഡ് ആണോ അല്ലേ നോക്കാം. എന്റെ പേര് അമ്മൂട്ടൻ. സുന്ദരിയും സുശീലയുമായ മുഴുവൻ പറ. ഇന്റർനാഷണൽ മോഡൽ ലുക്കുള്ള. ഇന്റർനാഷണൽ മോഡൽ ഒരു ക്ലൂ ആയിരിക്കും. അയ്യോ, അതൊരു ക്ലൂ ആണോ? എന്നാ ദീപിക പടുക്കോണിന്റെ ലുക്കുള്ള. സുന്ദരിയും സുശീലയുമായ ഇന്റർനാഷണൽ മോഡൽ ലുക്കുള്ള ഒരു ശാലീന സുന്ദരി. ഇന്റർനാഷണൽ വെട്ടി കഴിഞ്ഞിട്ട് ബാക്കി എഴുതിക്കോ. സുന്ദരി, സുശീല, ശാലീന, സുന്ദരി. ഇന്റർനാഷണൽ മോഡലിന് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ഒറ്റ പോയിന്റാ. അതെ, മതി. ആ പോയിന്റിൽ എന്തൊക്കെ ഞങ്ങൾ അപ്രൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുണ്ട്. എന്തൊക്കെ ആദ്യം എഴുതണ്ടേ? അപ്പൊ സുന്ദരി, സുശീല, ശാലീന, സുന്ദരി. അയ്യോ, വലുതാക്കി എഴുതി. അക്ഷരത്തെ കുറിച്ച് ഇവിടെ ആർക്കും പറയാൻ ഒരു അധികാരമില്ല. അവൻ എഴുതട്ടെ. സുന്ദരി, ശാലീന, സുന്ദരി. ഇനി കുറച്ചുകൂടെ ഡിസ്ക്രിപ്ഷൻ തന്നാൽ അതുകൂടെ ടാഗ്സ് എഴുതാം. ഞാൻ ഇന്റർനാഷണൽ മോഡൽ എഴുതി ചേർത്തിട്ടുണ്ട്. വായിക്കത്തില്ലല്ലോ. പാചകം ചെയ്യാൻ അറിയില്ലെങ്കിലും പച്ചക്കറി നന്നായി അറിയാൻ
അറിയാൻ അറിയുന്ന പച്ചക്കറി നന്നായിട്ട് അറിയാൻ അരിയുന്ന കൊച്ചാണ്. അറിയുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ യുവതി. ചിലതറിയാം ചിലതറിയില്ല. അങ്ങനെ എഴുതിയാൽ ചിലതറിയാം ചിലതറിയില്ല. അതന്നെ. ചിലർക്ക് റെഡിയാവും ചിലർക്ക് റെഡിയാവില്ല. ഇതൊക്കെ കണ്ടെങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കണല്ലോ. ഇത് ചിലതാ കേട്ടോ, അറിയാലോ. അടുത്ത നേരെ മാത്രമുള്ള റോട്ടില് വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരു കുട്ടി. നേരെ വാ നേരെ പോ. ഇതൊക്കെ ഒരു ക്ലൂ ആണോ? അത്രയും മതി. നമുക്ക് അടുത്ത ഒന്നുകൂടെ ഒരു കുഞ്ഞ് ഡയറക്റ്റ് ക്ലൂ കൂടെ ആഡ് ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ടാഗ് വേർഡ്സ് എടുത്ത് എഴുതാം. #ടാഗ് ഇട്ടിട്ട് ഡ്രൈവിംഗ്. കുക്കിംഗ് വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു അല്ലേ? ഫോട്ടോഷൂട്ട്. ഫോട്ടോഷൂട്ട് ഇഷ്ടമാണല്ലോ. ഫോട്ടോഷൂട്ട് എഴുതിക്കോ. ഫോട്ടോഷൂട്ട് ആകെ മൊത്തം കൺഫ്യൂഷൻ. ഫോട്ടോഷൂട്ട് എഴുതിക്കോ, കുക്കിംഗ് എഴുതിക്കോ. മതി ഇൻസ്റ്റഗ്രാം. അത് ഭയങ്കര ക്ലൂ ആയി. ഭയങ്കര ക്ലൂ. അല്ല ഇൻസ്റ്റഗ്രാം എല്ലാവർക്കും അല്ല ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ യൂസ് ചെയ്യണം. ഇൻസ്റ്റഗ്രാം എഴുതിക്കോ. മതി. മിറിക്ക് അവിടെ വേണോ ഇവിടെ വേണോ? ഇവിടെ ഇവിടെ ഇവിടെ. ഓക്കെ, മെറി വരൂ. ബുദ്ധിശാലി. ബുദ്ധിശാലി. ഇത് എഴുതാൻ പോലും എനിക്ക് പറ്റുന്നില്ല. വേറെ കുറച്ച് കാര്യങ്ങൾ പറയൂ. എന്നെ കൊണ്ട് പറ്റത്തില്ല. വിവരമുള്ള കുട്ടി. പറ്റത്തില്ല. വിവരം എന്ന് മാത്രം എഴുതിക്കോ. ഇല്ല പറ്റത്തില്ല. അയ്യോ എന്തത്? വിവരം എന്ന് മാത്രം. വിവരം ക്വസ്റ്റ്യൻ മാർക്ക്. വിവരം ക്വസ്റ്റ്യൻ മാർക്ക് എഴുതിക്കോ. ശാലീന സുന്ദരി എഴുതിക്കോ. അടുത്തത് ഫ്യൂച്ചർ ലേഡി സൂപ്പർ സ്റ്റാർ. നയൻതാരയുടെ ഒരു കാര്യം ചെയ്യാം, LS ലേഡി സൂപ്പർ സ്റ്റാർ. അവിടെ IM എഴുതിയല്ലോ. ഏതെങ്കിലും ഡിസ്ക്രിപ്ഷന്റെ കൂടെ LS എഴുതാം. ലിമിറ്റഡ് സ്റ്റോപ്പ്. അത് പറഞ്ഞു. അത് ഞാൻ എഴുതിക്കോളാം. വേറെ എന്തെങ്കിലും പറ. ആർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണമുള്ള കുട്ടി. ആർക്കും ഇഷ്ടപ്പെടും. അത് ആർക്കും ഇഷ്ടപ്പെടും. സൽ സ്വഭാവി. ഒട്ടും ദേഷ്യം വരാത്ത വിനയ കുലീനമായ കുട്ടി. ദേഷ്യം വിനയം ഉണ്ട് ഉണ്ടില്ല. കുക്കിംഗ്. ഇനി സ്പെഷ്യൽ ആയിട്ട് വേറെ എന്തെങ്കിലും പറ. വേണമെങ്കിൽ പറഞ്ഞോ, എക്സ്ട്രാ പറഞ്ഞോ. എക്സ്ട്രാ പറഞ്ഞോ. ബ്യൂട്ടി. ബ്യൂട്ടി ഇതിലൊന്നും ഇല്ലല്ലോ പിന്നത്. ബ്യൂട്ടി. ഇതിപ്പോ അവർക്ക് തന്നെ തിരിച്ചറിയാൻ പറയും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള എഴുതാം. നമുക്ക് ഇഷ്ടമുള്ള എഴുതാം. ഇല്ല, ഇവരെ രണ്ടുപേരെയും മിക്സ് ചെയ്ത് എഴുതാം. ഫോട്ടോഷൂട്ട് തുടങ്ങിക്കോ. ഇന്റർനാഷണൽ മോഡൽ ദീപിക പടുകോൺ. അപ്പോ നമ്മുടെ ഏകദേശം നമ്മുടെ 3 ഡിസ്ക്രിപ്ഷനും ഫില്ലാണ്. ഓക്കെ, ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ഗൃഹപ്രവേശം. അപ്പൊ നമ്മുടെ കലിപ്പിന്റെ കാന്താരി തുടങ്ങാൻ പോവാണ്. കാന്താരികളെല്ലാം ഗൃഹപ്രവേശം കഴിഞ്ഞ് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. കലിപ്പന്മാര് പുറത്ത് കറങ്ങി നടക്കുന്നുണ്ട്. ഓക്കെ, കലിപ്പന്മാരെ വിളിക്കുക. ഈ ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കിയിട്ട് കാന്താരിയെ കണ്ടുപിടിക്കുക. നമുക്ക് തുടങ്ങാം കലിപ്പന്റെ കാന്താരി. ഓക്കെ, അപ്പോ കലിപ്പന്മാർ എത്തിയിട്ടുണ്ട്. കാന്താരിമാർ ഇതിന്റെ അകത്തിലുണ്ട്. ഈ 3 ബോക്സിനകത്തുണ്ട്. നിങ്ങളുടെ കാന്താരിമാരെ പറ്റി നിങ്ങളുടെ കാന്താരിമാര് പറഞ്ഞു തന്ന ഡിസ്ക്രിപ്ഷൻ ഞങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വായിച്ച് നിങ്ങളുടെ കാന്താരിയെ കൃത്യമായി കണ്ടുപിടിക്കും. സിമ്പിൾ. മീത്തിന് കൊടുക്കാം അല്ലെ? ആദ്യം മീത്തിന് കൊടുക്കാം. മീത്തെ, ഇതാണ് ആദ്യത്തെ ഡിസ്ക്രിപ്ഷൻ. വിവരം. ശാലീന സുന്ദരി. ആർക്കും ഇഷ്ടപ്പെടും. ഇതൊന്നും അല്ല ഷോ. അതൊക്കെ അറിഞ്ഞൂടാ അവര് പറയുന്ന. അത് നിങ്ങളുടെ വൈഫ് പറഞ്ഞ കോഡ് ഭാഷ. കോഡ് നിങ്ങൾക്ക് അറിയാൻ മനസ്സിലാവുന്നു. സൽസ്വഭാവി. ദേഷ്യം. വിനയം. ഇത് രണ്ടും ഉണ്ട് ഉണ്ടില്ല. ഉണ്ട് ഉണ്ടില്ല. ഫോട്ടോഷൂട്ട്. ഇതൊന്ന് ഇൻവെന്ററിയോ? ഇൻസ്റ്റഗ്രാം. കുക്കിംഗ്. ബ്യൂട്ടി. അടുത്തത് ഇനി അടുത്ത വായിച്ചോ. സുന്ദരി.
സുശീല, ശാലിനി, ശാലിന സുന്ദരി. ഈ സുന്ദരി കളഞ്ഞു ശാലിനി. ഞാനൊരു ഫ്ലോയിലങ്ങ് വായിച്ചത് കുറെ പെമ്പിള്ളറെ പേര്. ശാലിനി, ശാലിന സുന്ദരി, ബ്രാക്കറ്റിൽ അയ്യം. അവിടെ LS ആയിരുന്നു, ഇവിടെ IM ആയി. അത് ഒരു കോഡാണ്. അത് കോഡാണ്. ചിലത് അറിയാം, അറിയില്ല. ചിലത് അറിയില്ല. നേരെ വന്നേരെ പോ. നേരെ വന്നേരെ പോയില്ല. നേരെ വാ നേരെ പോ. നേരെ വന്നേരെ പോകുന്നു. ഹാഷ്ടാഗ് ഡ്രൈവിംഗ്, ഫോട്ടോഷൂട്ട്, കുക്കിംഗ്, ഇൻസ്റ്റഗ്രാം. ഓക്കെ, മൂന്നാമത്തെ അപ്പുറത്ത് പോയി നിൽക്കൂ. ഫോട്ടോഷൂട്ട് പ്ലസ് സ്മൈലി. ഡ്രൈവിംഗ് പൊളിയാണ്. ഫോട്ടോഷൂട്ട് പ്ലസ് അത് ഷൂട്ടിന്റെ T+ ആക്കിയതാണ്. ഡ്രൈവിംഗ് പൊളിയാണ്. ഇന്റർനാഷണൽ മോഡൽ. അതിനൊരു ഇന്റർനാഷണൽ മോഡൽ ആരാ നോക്ക്. ദീപിക പദുക്കോൺ. ഓക്കെ. ഫ്യൂച്ചർ ലേഡി, സൂപ്പർ സ്റ്റാർ. സൗന്ദര്യം, സ്വഭാവം, ശാലീനത, വിനയം 100%. ഹാഷ്ടാഗ് ക്ലീനിങ്, കുക്കിംഗ്, വീഡിയോ, ഇൻസ്റ്റഗ്രാം. ഇത് എല്ലാത്തിലുണ്ടല്ലോ. അവര് പറഞ്ഞ ഹാഷ്ടാഗുകളാണ്. ഇനി സുമിത്തിന് സെപ്പറേറ്റ് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ, കേട്ടില്ല. അപ്പോ മീത്തെ, ഇതിൽ മൂന്നിൽ ഏതിലാണ് ഈ ഡിസ്ക്രിപ്ഷനിലുള്ള താങ്കളുടെ വൈഫ് ഒളിഞ്ഞിരിക്കുന്നത്? ഡ്രൈവിംഗ്, ഫോട്ടോഷൂട്ട്, അതന്നെ. അപ്പൊ അതിന്റെ മുമ്പ് വാ. ഇനി ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കേണ്ട കാര്യമുണ്ടോ? ഡൗട്ട് ഉണ്ട്. എന്താ ഞാനും ഇത് തന്നെയാണെങ്കിൽ രണ്ടുപേരും ഒരു കുഴപ്പമില്ല. വേണേ അങ്ങോട്ടും ഇങ്ങോട്ടും മാലയും കിട്ടും. സുമിത്തിന് എവിടെയാണെങ്കിൽ നിൽക്കാം, അവിടെ തന്നെ നിൽക്കണമെങ്കിൽ നിൽക്കാം, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വേണമെങ്കിൽ എല്ലാം വായിച്ചു നോക്കാം. ശാലിന സുന്ദരി ആർക്കും ഇഷ്ടപ്പെടും. മലയാളം എനിക്കറിയാം. ഒന്നും മാറടാ. പൊട്ട ഇത് ഇന്ത്യയല്ല. ഫോട്ടോഷൂട്ട് ഒന്ന് വായിച്ചോട്ടെ. അവിടെ ഫോട്ടോഷൂട്ട് കേട്ടോ. ഡ്രൈവിംഗ് പൊളിയാണ്. ഇവിടെ ഓക്കെ, അപ്പോ സുമിത്തിനും കൈയ്യടി. അത് നമുക്ക് മീറ്റിന്റെ നോക്കാം. ഓക്കെ, മീത്തെ ഉറക്കെ ഈ ഡിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് വായിച്ചിട്ട് സ്നേഹത്തോടെ എന്റെ കുട്ടർമണി ഇങ്ങ് വാ എന്ന് വിളിക്കും. സുന്ദരി, സുശീല, ശാലീന സുന്ദരി, അയ്യം. അയ്യം എന്താ ഇന്റർനാഷണൽ മോഡൽ? ഓ, എന്നാ പിന്നെ ഓളന്നെ. എന്റെ കാന്താരി മുത്തേ, സുന്ദരിയായ ശാലീന കുലീനയായ മിറി, ഇങ്ങിറങ്ങി വാ. ജീവിതം നൈമിഷികமான സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണും. നീ തളരരുത്. എന്റെ ഒന്നുമില്ല. ഓക്കെ, അതെല്ലാം വിളിച്ചു ഉറക്കെ വായിച്ചിട്ട് വിളിച്ച് മാല കിട്ടോ. കാന്താരി വാവേ വാ. നീയാണോ എന്നെ അതിനകത്ത് കെട്ടിയത്? അയ്യോ, നിന്റെ ശാലീന സുന്ദരി. നീ സൈസ് ടീമാണെങ്കിൽ ഞാൻ പരിപാടിക്ക് വരില്ലായിരുന്നല്ലോ. അല്ല, എനിക്കറിയാൻ പാടാത്തോണ്ട് വെക്കാം. ഞാൻ മൂത്രം ഒഴിച്ച് അതിനകത്ത് വരുമ്പോ പുറത്തുനിന്ന് കുത്തിയിട്ടത് ആരാന്ന് എനിക്കറിയണം. അല്ല ചേട്ടാ, ഇത് അതിന് പോകുന്ന സ്ഥലമല്ലത്. ഇത് അതിന് പോകുന്ന സ്ഥലമല്ലത്. അല്ല, എന്നാലും എന്നെ ഇതിനകത്തിട്ട് പൂട്ടിയതാരാന്ന് എനിക്കറിയത്തില്ല. എന്ത് ചെയ്യുമെന്ന് ഈ അഭിനയം പഠിപ്പിക്കുമെന്ന പച്ചാളം ഭാസിയാണ് ഞാൻ. പച്ചാളം ഭാസി അഭിനയം പഠിക്കുന്നു. പച്ചാളം ബാസി ഇതല്ലല്ലോ. അല്ല, അഭിനയം പഠിക്കുന്ന കാര്യം വിട്. പച്ചാളം ബാസി ഇതല്ലല്ലോ. പച്ചാളം ഭാസി നീ കണ്ടിട്ടുണ്ട്? ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ജഗതിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടറൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള പച്ചാളം ഭാസി, പച്ചാളത്തുള്ള കറക്റ്റായ ഭാസി ഞാനാണ്. പച്ചാളം ഭാസി ഈ സംഭവം എന്ന് പറയുമ്പോ ഞാനാണ് ഈ സരോജ് കുമാറിനെ, സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിനെ അഭിനയം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആള്. അത് മറ്റേ ജഗതിച്ചേട്ടൻ സിനിമ ചെയ്തെന്നുള്ളൂ. എന്റെ ക്യാരക്ടർ അതേപടി പുള്ളി അങ്ങ് ചെയ്തതേ ഉള്ളൂ. കോപ്പി അടിച്ചാൽ. അതെ. ഇപ്പം പറഞ്ഞ ഈ സരോജ് കുമാർ സാറിനെ പടമില്ല, ഈ ലോക്ക്ഡൌൺ ഒക്കെ ആണല്ലോ. അപ്പൊ എന്റെ അഭിനയം, അതായത് എന്റെ ഈ അഭിനയം പഠിപ്പിക്കാനുള്ള ത്വര
നിന്നങ്ങ് ക്ലാവ് പിടിക്കുക. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ ടി വിയിൽ കണ്ടു, ഇവിടെ എന്തോ മാരാണ്ടൊക്കെ വന്നിട്ട് മറ്റേ ഇത് സൂപ്പർ സ്റ്റാർ മറ്റേ എന്തോ നമ്മുടെ ഇതാണ് സൂപ്പർ സ്റ്റാർ ഗാലറി. സൂപ്പർ സ്റ്റാർ ഗാലറി. ഈ സൂപ്പർ സ്റ്റാർ ഗാലറിയിലുള്ള ആളുകളെ ഇങ്ങനെ അഭിനയം പഠിപ്പിച്ചിട്ട് സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ സാറിനെ പോലെ വലിയ വലിയ ആളാക്കാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് ഞാൻ അവരെ അഭിനയം പഠിപ്പിക്കാൻ വന്ന ആളാണ് ഞാൻ. സൂപ്പർ സ്റ്റാർ അല്ല ഈ സൂപ്പർ സ്റ്റാർ. ഇത് ആ സൂപ്പർ സ്റ്റാർ അല്ല. പിന്നെ അല്ലെങ്കിൽ പുള്ളി വന്ന സ്ഥിതിക്ക് എന്തായാലും ചേട്ടന്റെ ആവശ്യം ഇവിടെ വരും. അല്ല സുമിത്തെ, എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു മിനിറ്റ്, ഞങ്ങൾ വരാം. ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. അവിടെ ഇരിക്കട്ടെ, അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ ഞാൻ പഠിപ്പിക്കാം. ഇനിയാണ് ഏറ്റവും വലിയ വിഷയം. എന്നെ കൊലച്ചതേടാ നീ കാണിച്ചേ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആർക്കും വേണ്ടാത്തത് അതിന്റെ ഉള്ളിൽ കുറെ പേരായിട്ടുണ്ട്. ആർക്കും വേണ്ട. ഞാൻ ഈ പ്രോഗ്രാമിന് പോവാ. നിങ്ങളെ കപ്പിളാരാ? ഇതാണോ? ഇച്ചിരി കളിച്ചാ മതി. മേരി, ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്. ഇന്ത്യൻ ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ ഇതുവരെ കാണാത്തൊരു അപൂർവ നിമിഷത്തിലാണ് നിങ്ങൾ സാക്ഷി വയ്ക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് ചിലപ്പോൾ അവർ ഒരുമിച്ചായിരിക്കും. മാത്രമല്ല, ഇത് കണ്ട് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത് ആങ്കേഴ്സും ജഡ്ജസും ഇതിൽ പ്രോത്സാഹനം കൊള്ളണമെന്നാണ് എന്റെ. അതെ, എന്നെ സംബന്ധിച്ചുള്ള ആകെ ഡ്രസ്സിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഞാൻ കാണുള്ളൂ. നമുക്കിപ്പോ കണ്ടോ തിരിച്ചു വിളിക്കൂ. ആ സ്നേഹം അല്ല വളരെ സ്നേഹം മുഴുവൻ എടുത്ത് തിരിച്ചു വിളിക്കൂ. അങ്ങോട്ട് വരുന്നില്ല സ്നേഹം. അല്ലല്ല, ഈ കാര്യത്തില് ക്ഷമ പറയേണ്ടത് ഭർത്താക്കന്മാരാണ്. കാര്യം തെറ്റിയത് അവർക്കാണ്. അതുകൊണ്ട് ഈ ഇല്ലാത്ത ഗുണങ്ങളൊക്കെ ഇവരെ വിളിച്ച് ഇവരുടെ സ്നേഹം അലിയിപ്പിക്കണം. എങ്ങനെയാണ് നിങ്ങൾ പിണക്കം മാറ്റുന്നതെന്ന് നമ്മൾ കാണാൻ പോവാം. ഓക്കെ, ആദ്യം എടി ഈ മോന്തി ഇങ്ങോട്ട് തിരിക്കണം. അതിന് വിളിച്ച് തിരിക്കണം. അമ്മുട്ട വാവേ, ചേട്ടനൊരു അറിയാണ്ടൊരു അബദ്ധം പറ്റിയല്ലേടി. നിന്റെ ഗുണഗണങ്ങൾ എനിക്കറിയാം. മോഡലാണ്, സൗന്ദര്യമാണ്, ശാലീന, വിനയം 100%. എടി അതെന്താന്നറിയോ, വിനയം 100% എഴുതി കണ്ടപ്പോ എനിക്ക് വിനയമില്ലേ ഉണ്ട്. അത് 100% കണ്ടപ്പോഴാണ് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്. അത് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇപ്പൊ ശാലിനെയൊക്കെ കണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ ഇത് എടുക്കൂലായിരുന്നു. ശാലിനെ കണ്ടാലും എടുക്കുമായിരുന്നു. വിനയം കണ്ടപ്പോഴും. സുമിത്ത, നീ എന്തിനാ ഇത്രയും ആയിട്ട് അലക്കുന്നത്? നിന്റെ വേക്കൻസി ഫില്ലായില്ലേ? ഒരു ചേഞ്ച് കൗണ്ടറിന് വേണ്ടി പറഞ്ഞതാ. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? ഒരു ദിവസം രാജ്ഞിയായിട്ടൊന്ന് ഇരുന്നോട്ടെ ഞാൻ. അമ്മുട്ടിനില്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഒരിക്കലും ഉപ്പില്ലാത്ത കഞ്ഞി പോലെ. അത് ചിലപ്പോ ജീവിക്കുണ്ടായിരിക്കാം. എനിക്ക് അങ്ങനെയല്ല. എനിക്കെന്നും മിസ്സാവുന്നത് എന്റെ അമ്മൂട്ടിന്റെ മൊത്തമിരുത്താണ്, അതിനകത്തിരിപ്പാണ്, കത്തണ വെയിലെത്തും കണ്ണ് കാണാതിരി. വാക്കിട്ടില്ല ചേച്ചി സാറേ, വാക്കിട്ടില്ല. അമ്മൂട്ടിന്റെ ചിരിയിലൊന്നും ഉറങ്ങാൻ പറ്റില്ല. എടി ഇങ്ങോട്ട് വാ. ടൈറ്റിൽ ജയിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് നീ എവിടെ എന്നെ തിരിച്ചിട്ട് പോയത്? നിങ്ങൾ ചേഞ്ച് ആഗ്രഹിക്കുന്ന ആളല്ലേ? ഞാനൊരു കാര്യം പറയാം. ആദ്യം സ്നേഹത്തോടൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്ക്. ഉടക്കാണെങ്കിൽ ഒന്ന് സെന്റിമെന്റ്സ് ഇട്ട് നോക്കാം. അപ്രോച്ചിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും. സ്നേഹത്തോടെ സമീപിക്കുക. തകരണം, മിറിയുടെ ചങ്ക് തകരണം. അമ്മാതിരി വിളിയായിരിക്കണം എന്നൊരു കാര്യം. പോകാൻ പാടില്ല.
ചിരിയും തമാശയൊക്കെ അവിടെ നിൽക്കട്ടെ. പണിഷ്മെന്റ് വേണ്ടേ? പിന്നെ പണിഷ്മെന്റ് ആണ് നമ്മുടെ ഷോയുടെ ഹൈലൈറ്റ്. ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്കും ഹലോ സ്നേഹമൊക്കെ പിന്നെ പണിഷ്മെന്റ് രണ്ടുപേർക്കും പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു കുഞ്ഞു പ്രോപ്പർട്ടി ആയിട്ട് ഞാനിപ്പോ വരാം. എങ്ങും പോയില്ലാരെ. ഇത് ഒരു വീപ്പയാണ്. ഇട്ട് വാറ്റാനാണോ? മിക്കവാറും മാറ്റിയെടുക്കും. ഇത് കണ്ടല്ലോ, നമ്മുടെ ഭർത്താക്കന്മാരിൽ ഒരാളെ ഇതിനകത്തിലേക്ക് നിർത്തുന്നു. അവിടെ 4 കളറുകൾ കണ്ടോ? ആ കളറുകളുടെ പകുതി ഇതിനകത്തിരുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ബെതർന്നു 4 എണ്ണം. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചരിച്ചങ്ങോട്ട് കിടത്തുന്നു. എന്നിട്ട് ഫ്രണ്ട്സിലെ ശ്രീനിവാസനെ ഉരുട്ടിയതുപോലെ ഭാര്യമാരിങ്ങനെ ഉരുട്ടുന്നു. ഇങ്ങനെ അവിടെ പോയിട്ട് തിരിച്ചു വരണം. നമ്മള് പണിഷ്മെന്റിലേക്ക് കടക്കാൻ പോവാണ്. കുറച്ച് സാധന സാമഗ്രികളൊക്കെ ഊരി വാങ്ങിക്കോ. ഇനിയും ഹിമ എന്താ ചെയ്യണമെന്നറിയോ? ഞാൻ ഇങ്ങനെ ഉരുട്ടും. അപ്പൊ ഇങ്ങനെ പോകുന്നതനുസരിച്ച് കളർ ഇങ്ങനെ പുമ്പും എറിഞ്ഞുകൊണ്ടിരിക്കണം. ഒരു ഹോളി മൂഡ്. കുറച്ച് എറിഞ്ഞാൽ മതി കേട്ടോ. കാര്യം നമുക്ക് കുറച്ച് മിറിക്കൂടെ വെച്ചേക്കണം. റെഡി? 2 കയ്യിൽ ഓക്കെ, നല്ല കൈഡി. റെഡി? 3, 2, 1 ഗോ. മിറീന വേണോ അല്ലേ ചേട്ടേക്ക്? ശബരിമലയിൽ പേട്ട കെട്ടാൻ പോയി കാര്യമുണ്ട്. അടിച്ചടിക്കടാ അവന്റെ കാത്. അടുത്താള് റെഡി? 3, 2, 1 ഗോ. എല്ലാം പറഞ്ഞേറി. എന്നെ നിങ്ങൾക്ക് വേണ്ടല്ലേ? വേണ്ടല്ലേ? ബാക്കി കൂടെ ഇങ്ങനെ ഒരു കുരുക്കിനെ ഞാൻ കണ്ടിട്ടില്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? ഹോളി തീരാറായി. ഹോളിയുടെ ലാസ്റ്റ് ആയി. വേണ്ടല്ലേ? ഞങ്ങൾ പെയിന്റ് പാട്ടയില് വേണം വണ്ടോ? ഇതാണ് കളിപ്പന്റെ കാന്താരി ഗെയിം. പണിഷ്മെന്റ് കഴിഞ്ഞു. GP എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം സെൻസ് ഉണ്ട് ഇതൊക്കെയാണ്. പക്ഷെ നമ്മൾ അത്യാവശ്യം കൺഫ്യൂസ് ചെയ്യിപ്പിച്ചോണ്ട് ഈ 3 എണ്ണത്തിൽ ഒരേ സാധനങ്ങളൊക്കെയാണ് വന്നതെന്നുള്ളത് കൊണ്ടും അതെ അവർ കൺഫ്യൂസ്ഡ് ആയി പോയതാണ്. അല്ലെങ്കിൽ അവർ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മീത്തിന്റെ ഈ എക്സൈറ്റ്മെന്റ്, പുതിയ ഭാര്യയെ കിട്ടിയപ്പോൾ എക്സൈറ്റ്മെന്റ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് നിങ്ങൾ ഉരുണ്ടതിനെക്കാട്ടിലൊക്കെ കൂടുതൽ സുമിത്ത് അവിടെ ഹിമേനെ വിളിച്ച വിളിയുണ്ടല്ലോ, ഹിമ ശരിക്കും ഹിമയ്ക്ക് വന്ന് ഇങ്ങോട്ട് വരാനുള്ളൊരു പ്രചോദനം അത് തന്നെയായിരുന്നു. അതിനകത്തൊരു ഇമോഷണൽ കണ്ടന്റ് ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ആൾക്കാർ ചിരിച്ചുകൊണ്ടിരിക്കണതിന്റെ ഇടയിൽ പെട്ടെന്ന് നമുക്ക് ഒരു സൈലൻസ് ക്രിയേറ്റ് ചെയ്യാൻ സുമിത്തിന് സാധിച്ചു. അത് നല്ലൊരു പെർഫോമൻസ് എലമെന്റ് തന്നെയായിരുന്നു. ഈ ഉരുണ്ടപ്പോ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ആ എക്സ്പീരിയൻസ് എടുക്കാൻ പോലും ഒന്നും കിട്ടിയില്ല തലയിലേക്ക്. മൊത്തം കറക്കം പൊടി കാര്യങ്ങള്. പിന്നെ ഞാൻ അറിയാണ്ട് തെറ്റിപ്പോയതല്ലേ ടാസ്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴേ നമ്മ ഇത്തിരി ടെൻഷനായിരുന്നു. അപ്പൊ പക്ഷെ പൊടി ആണെങ്കിലും നല്ല ഫണ്ണ് പോലെ എനിക്ക് എടുക്കാൻ പറ്റും. കുറച്ച് ഒരു സ്പിരിറ്റിന് ഒരു
ഓ നമ്മുടെ ഉഗ്രൻ ഗെയിം ആയിരുന്നു കലിപ്പന്റെ കാന്താരി അല്ലെ? എന്താ ചിരിച്ചു, എന്താ ഗെയിം, എന്താ പെർഫോമൻസ്. പച്ചാളമാസി, എന്തായാലും താങ്കൾ വന്നോണ്ട് താങ്കളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. കാര്യം ഇനി അങ്ങോട്ട് പോകുന്തോറും നമ്മുടെ എല്ലാ ടാസ്കുകളും പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. ഓക്കെ, പെർഫോമൻസ് നന്നായിട്ട് ചെയ്താൽ മാത്രമേ ഇവർക്കൊക്കെ വിജയിക്കാനാവുള്ളൂ. അപ്പൊ താങ്കൾക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടെന്നാണല്ലോ താങ്കൾ പറയുന്നത്. പെർഫോം ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ എന്താണ് പിള്ളേർക്ക് പറ്റിയ ഒരു ടിപ്പോ, പിള്ളേർക്ക് എന്തെങ്കിലും? അല്ല, അവരെ എനിക്ക് ടിപ്പ് തന്നെ, ഞാൻ അവർക്ക് ടിപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല. അല്ല, അങ്ങനെ ഉപദേശം. ഉപദേശം എന്ന് പറഞ്ഞാല് മെയ് കണ്ണായിരിക്കണം, മെയ് കണ്ണായിരിക്കണം, ജൂൺ മനസ്സായിരിക്കണം. അയ്യോ, ഞാനെങ്ങനെയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള വേദന എനിക്ക് കിട്ടണം, അതാണ് എനിക്ക് വേണ്ടത്. ആ സംഭവം എനിക്ക് കിട്ടണം. ഇനി ഞങ്ങളോട് പെർമിഷൻ ചോദിക്കാതെ ഒരു കാര്യം അവിടെ ചോദിക്കരുത്. അതായത് എന്റെ തെറ്റ്, എന്റെ വലിയ തെറ്റ്. നമുക്ക് പച്ചാള മാസം നവരസം ഒന്നും ഉണ്ടാക്കാം, നവരസം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വിളിക്കാം. ഇങ്ങോട്ട് വരും. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ആക്ടിംഗ് ക്ലാസ് ആയിട്ട് വേണം ഇതിനെ കരുതാൻ. സഞ്ജു, ലക്ഷ്മി, ഓക്കെ മക്കളെ എല്ലാവരും പഠിച്ചോളാം. വളരെ ചെറിയ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ. ഏതാ വേണ്ടത് ആദ്യം? ബീബൽസം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ 3 പ്രാവശ്യം എന്ത് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അറിയില്ലാത്തതാണെന്ന് വേണമെങ്കിൽ പഠിച്ചു. ബ്രീത്ത് അത് ആദ്യം ഉള്ളിലേക്ക് എടുക്കണം. അപ്പുറം വീട്ടിൽ നിന്ന് നല്ല ബീഫ് ഒലത്തുണ്ടല്ലോ, അങ്ങനെ 3 പ്രാവശ്യം ഈ ബീഫ് ഒലത്തി കഴിയുമ്പോഴല്ല 3 പ്രാവശ്യം ശ്വാസം എടുത്ത് വിടണം. വിട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ തലച്ചോറിലേക്ക് ഈ വായു മൊത്തം കയറി നമുക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും. ബീവത്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, ബീവത്സം പല സാധനത്തിലാണ് ഈ സാധനം കൊടുക്കുന്നത്. അടുത്തത് നമുക്ക് ശൃംഗാരം. അല്ല, ബീബൽസം കാണിച്ചപ്പോഴേ ഡീപ്പിയുടെ മുഖത്താണ് ബീബൽസം വന്നത്. ആ എക്സ്പ്രഷൻ കണ്ടിട്ട് ഒന്ന് കാണിച്ചിരുന്നു, അത് കറക്റ്റ് ആയിട്ട് വന്നു. അതാണ് ബീബൽസം. എലിപ്പെട്ടിയിൽ കുടുങ്ങിയിട്ട് നമ്മളൊന്ന് നോക്കണം നോട്ടല്ലേ ഇപ്പൊ നോക്കി. ഇതാണ് ബീബൽസം ഇപ്പൊ കണ്ടത്. ചിലപ്പോ ബീബൽസം തെറ്റിയായിരിക്കും. നിങ്ങൾ ശൃംഗാരം കണ്ടു? ശൃംഗാരം കാണുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. കാരണം നമ്മൾ ഈ ശൃംഗാരം ചെയ്യുമ്പോ നമ്മൾ ആരോടാണ് ശൃംഗരിക്കുന്നത്? ഏത് സംഭവം മനസ്സിലായോ? നമ്മളിപ്പോ ഒരു ചേട്ടന്റെ അടുത്ത് ശൃംഗാരം വരില്ല, പെങ്ങളുടെ അടുത്ത് ശൃംഗാരം വരില്ല, അമ്മയുടെ അടുത്ത് ശൃംഗാരം വരില്ല. പിന്നെ ആരുടെ അടുത്താണ് ശൃംഗാരം വരുന്നത്? ഭാര്യയുടെ അടുത്ത് വരും. നമ്മുടെ ഭാര്യയല്ല, അന്യന്റെ ഭാര്യയുടെ അടുത്ത്. അന്യന്റെ ഭാര്യ അറിഞ്ഞില്ല. അപ്പൊ നമ്മള് പറഞ്ഞത് എന്റെ സേഫ്റ്റിയാ നോക്കണമല്ലോ. അത് നോക്കണം. നോക്കിയിട്ടൊന്നും കാര്യമില്ല മോനെ, എന്റെ സൗന്ദര്യത്തിന് മുമ്പിൽ നീ ഒന്നുമല്ല. അപ്പൊ എന്താണ് നമ്മള് അവിടെ നോക്കിയൊരു പോവല്ലേ? അടിയിൽ നിന്ന് മുകളിലേക്ക് വിട്ട് മേളിൽ നിന്ന് അടിയിലേക്ക് വന്നിട്ട് നേരെ നിൽക്കണം. ഇതാണ് സാധനം. ഇനി എന്താ വേണ്ട? കരുണം, രൗദ്രം, ഭയാനകം, ഹാസ്യം. അല്ല, ഒറ്റയടിക്ക് ഒരു സാധനം അങ്ങനെ പറഞ്ഞോളാമല്ല. ഞങ്ങളത് തപസ്യായിട്ട് വർഷങ്ങളോളം കഠിന തപസ്യത്തിലൂടെ ഞങ്ങൾ ഗ്രസിച്ചെടുത്ത സാധനമാണ്. അതങ്ങനെ ചുമ്മാ ഒറ്റയടിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഹാസ്യം ഹാസ്യത്തിലേ ഉള്ളൂ. ഹാസ്യത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഒന്നുമില്ല. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളങ്ങ് ചെയ്യുന്നുള്ളൂ. കരുണം ഇനി അധികം മുന്നോട്ട് പോയാൽ പണിയാവും. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് ഇത്രയും വലിയ ആളെ നമ്മളിങ്ങനെ സ്റ്റേജിന്റെ നടുവിൽ കൊണ്ടു നിർത്തിയിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല എന്ന് താങ്കൾക്ക് തോന്നില്ലേ? കാരണം എന്ന് വെച്ചാൽ ഇത് ആക്ടിംഗ് ക്ലാസ്സിൽ മാത്രം ചെയ്യേണ്ട ഒരു സാധനം. മനസ്സിലായി. വേഗം അവിടെ ചെയ്യേണ്ട സാധനം അല്ലത്. വളരെ ചെറിയ സമയം കൊണ്ട് ഒരുപാട് രസങ്ങൾ പിള്ളേർക്ക് കൊടുത്ത പച്ചാളം ബാസിക്ക് ഒരു നല്ല കഴിവ് നമുക്ക് കൊടുക്കാം. ഇവിടെ എനിക്ക് തോന്നുന്നു പച്ചാളം ബാസിയുടെ കിടലിനായിട്ട് രസങ്ങൾ എടുത്തോണ്ടിരുന്നപ്പോ അതിലും മികച്ച രസങ്ങൾ നമുക്ക് തന്ന ഒരാളാണ് DP-യുടെ രസങ്ങൾ വേണമെങ്കിൽ പച്ചാളം ബാസി ഒന്ന് കണ്ടോ, അങ്ങയിൽ നിന്ന് സ്വായത്തമാക്കിയ ആ രസങ്ങൾ. കമോൺ DP, കരുണം. ഓ, ഇതിന് കരുണം എന്നാണ് പറയണേ. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ശൃംഗാരം. ഭയാനകം. അത്ഭുതം. അതായിരുന്നു അല്ലേ? മറ്റേത് എന്താ ഭയാനകം? ഒരു ഒറിജിനാലിറ്റിക്ക് GP നോക്ക്. അത്ഭുതം.
ശാന്തമായി അവസാനിപ്പിക്കാൻ. ശാന്തം. അതെ, കാര്യം നമുക്ക് എല്ലാം ശാന്തമായ സ്ഥിതിക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു സൂപ്പർ സ്റ്റാർ ഗാലറി ഇന്നത്തെ എപ്പിസോഡ് മുതൽ പ്രേക്ഷകരിലേക്ക് ആര് വരും എന്ന് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിട്ട് അവര് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അതറിയാൻ. അപ്പോ ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് പ്രസൻസ് സൂപ്പർ സ്റ്റാർ ഗാലറിയിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ കപ്പിൾസ്. അതും വെറും കപ്പിൾസ് അല്ല, സൂപ്പർ സ്റ്റാർ കപ്പിൾസ്. പറയൂ. മേജർലി 4 കപ്പിൾസിനാണ് എല്ലാവരും കാര്യമായിട്ട് വോട്ട് ചെയ്തിരുന്നത്. ഒന്ന് നിസാർക്ക ഇത്ത, വേറൊന്ന് സുമിത് ഹിമ, മറ്റൊന്ന് മീറ്റ് മെറി, വേറൊരെണ്ണം സഞ്ജു ലക്ഷ്മി. ഇവരെല്ലാവരും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നമ്മൾ തെരഞ്ഞെടുക്കാൻ പോകുന്ന ആളും രണ്ടാമതും തമ്മിൽ 1 വോട്ടിന്റെയൊക്കെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ആ 1 വോട്ടിന്റെ വ്യത്യാസത്തിൽ സൂപ്പർ സ്റ്റാർ ഗാലറിയിൽ ഇരിക്കാൻ പോകുന്ന ആ കപ്പിൾ സഞ്ജു ആൻഡ് ലക്ഷ്മി. ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് സൂപ്പർ സ്റ്റാർ ഗാലറിയിലേക്ക് വരുന്ന ഫസ്റ്റ് കപ്പിൾ സഞ്ജു ആൻഡ് ലക്ഷ്മി. നമ്മുടെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ കപ്പിൾസ് ആണ്. എന്താ സന്തോഷം, പറയും. നിങ്ങളുടെ സന്തോഷമാണ് നമുക്ക് കേൾക്കേണ്ടത്. ഈ ഒരു റൗണ്ടില് ഞങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വോട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ വിൻ ചെയ്തത് ഒരൊറ്റ വോട്ടിന്റെ ബലത്തിലാണ്. പിന്നിൽ ഉള്ള 3 കപ്പിളും ഒരേപോലെ സ്ട്രോങ് ആയിട്ടാണ്, ടൈ ആയിട്ട് അവര് ബാക്കിൽ ഉള്ളത്. അപ്പോ ഒരുപക്ഷെ അവരും കൂടെ ഡിസേർവ് ചെയ്യേണ്ട ചെയറാണ്. നിങ്ങളിലേക്കാണ് ആ ഭാഗ്യം എത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് അത് ഉപയോഗിക്കുക. ഏറ്റവും തന്ത്രപരമായിട്ട് എങ്ങനെയാണോ അതിനെ ഡീൽ ചെയ്യാൻ പറ്റുക ആ രീതിയിൽ ഡീൽ ചെയ്യുക. ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് സൂപ്പർ സ്റ്റാർ ഗാലറിയിലേക്ക് ആദ്യമായി വലതുകാല് വെച്ച് കയറാൻ പോകുന്ന കപ്പിൾ സൂപ്പർ സ്റ്റാർ കപ്പിൾസ് സഞ്ജു ആൻഡ് ലക്ഷ്മി. പ്ലീസ്. അടുത്ത എപ്പിസോഡിൽ നമ്മള് ഇൻട്രോ കൊടുക്കുമ്പോൾ ലെറ്റ്സ് വെൽക്കം സൂപ്പർ സ്റ്റാർ കപ്പിൾസ്. നമുക്കിനി വരാൻ പോകുന്ന സെഗ്മെന്റ് എന്ന് പറയുന്നത് ഫൈബർ ടെക്നോളജി ഉള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് പ്രസൻസ് അൾട്ടിമേറ്റ് കോമഡി കപ്പിൾ റൗണ്ട്. അൾട്ടിമേറ്റ് കോമഡി കപ്പിൾ റൗണ്ടില് ഉഗ്രൻ പോരാളികളാണ് പെർഫോം ചെയ്യാൻ വരുന്നത്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രഞ്ജിത്ത് ആൻഡ് റിജയ്. അല്ല, എന്താ പരിപാടി? കണ്ടാ മനസ്സിലാകത്തില്ല എന്നാ ചെയ്യുന്നതെന്ന്. ഓ, എനിക്കിഷ്ടപ്പെട്ട കള്ളപ്പം ഉണ്ടാക്കുമായിരിക്കും. നിനക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഉണ്ടാക്കുന്നതല്ല, പിന്നെ എന്റെ 2 കൂട്ടുകാരികൾ വരുന്നുണ്ട്, അവർക്ക് കഴിക്കാനാ. ആര്? രാജി സുമിത്രയും. എങ്ങോട്ട്? ഇങ്ങോട്ട്. എന്നത്തിന്? എന്നെ കാണാനായിട്ട്. പിന്നെ അവർ വന്ന മിണ്ടാതെ ഒന്നും ഇരിക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് ആ രാജി എപ്പോഴും പറയും നിങ്ങൾ വന്ന മൈൻഡ് പോലും ചെയ്യത്തില്ലെന്ന്. എടാ, നിനക്കറിയാലോ എനിക്ക് ഈ പെണ്ണുങ്ങളോട് സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നും. അത് നിന്റെ ഫ്രണ്ട്സ് അല്ലേ, ഞാൻ എന്തിനാടി അവരോട് സംസാരിക്കുന്നത്? അങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? വീട്ടിലോട്ട് വരുന്നതല്ലേ, 2 വിശേഷങ്ങളും ചോദിച്ചൂടെ? എനിക്ക് കഥ പറയാനും തമാശ പറയാനും ഒക്കെ നീ ഉള്ളപ്പോ ഞാൻ എന്തിനാ വേറെ വല്ല പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പോണേ? പോറും. അതെ, ഞാൻ ഇത് കിടന്നിട്ടില്ല കേട്ടോ. അതെ, ഒന്നിങ്ങ് വന്നേ. ഫോണൊന്ന് എടുത്തേ മനുഷ്യ. എന്റെ ഫ്രണ്ട് രാജിയാ വിളിക്കുന്നത്. ഒന്ന് എടുത്തേ, എന്റെ 2 കയ്യിലും മാവല്ലേ. എന്തിനാ വിളിക്കുക? ഞാൻ തന്നെ ചെവി വെച്ചേരാ. അതിനെടുത്ത് ലൗഡ് സ്പീക്കറിൽ ഇട്ടേ. ഹലോ രാജി, ഞാൻ രജിയുടെ ഹസ്ബൻഡാ സംസാരിക്കുന്നത്. മനസ്സിലായി ചക്കരെ. രാത്രി മൊത്തം എത്ര നേരം സംസാരിച്ചതാ. ഇതിപ്പോ ഞാൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചതല്ലേ. എപ്പൊ നോക്കിയാലും ഒരു ഫോൺ. കുത്തിയ ഹലോ ഹലോ ഹലോ.
ഡി പി രണ്ടുപേരോട് നിൽപ്പുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഗ്മെന്റ് ആണ് ഈ വീഡിയോ സെഗ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കാത്തിരിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ടു. നല്ല വീഡിയോ ആയിരുന്നു. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. ബേസിക്കലി അപ്പോൾ എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് പെർഫോമൻസ് വൈസ് റിജി നന്നായി ചെയ്തു, രഞ്ജിത്തും നന്നായി ചെയ്തു. പക്ഷേ രഞ്ജിത്തിന്റെ പൊട്ടൻഷ്യൽ ഇതിലും കൂടുതലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ വർക്ക് ചെയ്യണം. റിജിയുടെ പെർഫോമൻസ് വെരി നാച്ചുറൽ ആയിട്ടാണ്, ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് ചെയ്തത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ അത്രയും സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. സ്ക്രിപ്റ്റ് ഈ പറഞ്ഞ പോലെ ഇച്ചിരി സ്ട്രോങ് ആവാം, ബിക്കോസ് സ്ക്രിപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഹീറോ. പെർഫോമൻസ് വൈസ് യു ആർ ബ്രില്യൻറ്റ്. എനിക്ക് ഒന്നും പറയാനില്ല. അപ്പോ ജിപിയും ഡിപിയും ഇവരുടെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞു. മാർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് അറിയണം. ചിട്ടും മറന്നോ? ഇതൊരു പുതിയ ശീലമാണ്, നമ്മൾ ശീലിക്കണം. സൂപ്പർ സ്റ്റാർ കപ്പിൾസിന്റെ ആ ഒരു ജഡ്ജ്മെന്റ്, അവരുടെ കമന്റ്സ്, അവരുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയണം. വേണം ഒന്ന് തൊഴുതേക്കാം. സൂപ്പർ സ്റ്റാർ കപ്പിൾസ് സഞ്ജു ലക്ഷ്മി, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ വീഡിയോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനകത്ത് ചേച്ചിയായിട്ടുള്ള റൊമാൻസ് കാണിച്ചല്ലോ. ആ റൊമാൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ മ്യൂസിക്കിൽ ആ റൊമാൻസ് കാണിച്ചത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. പിന്നെ ക്ലൈമാക്സും എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു ലാഗ് ഫീൽ ചെയ്ത് കണ്ടന്റ് ഇച്ചിരി കൂടെ സ്ട്രോങ് ആക്കായിരുന്നു. എനിക്ക് പേഴ്സണലി ചേട്ടൻ്റെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ചേട്ടൻ ഭയങ്കര നാച്ചുറലാണ്. ഇച്ചിരൂടെ എനർജി സംസാരത്തിൽ ചേച്ചിയായാലും ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒരു വോയിസ് മോഡുലേഷൻ പോലെയൊക്കെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷെ എനിക്ക് കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സഞ്ജു ലക്ഷ്മി. നല്ല ജഡ്ജ്മെന്റ്. കൊള്ളാം. സൂപ്പർ സ്റ്റാർ കപ്പിൾസിന്റെ സുമ്മാവാ. ഓക്കെ, അപ്പൊ നമ്മള് സൂപ്പർ സ്റ്റാർ കപ്പിൾസിന്റെ ഒരു ജഡ്ജ്മെന്റ് അറിയിച്ചിരിക്കെ ജിപി ഡിപി ഇവരുടെ ഒരു പെർഫോമൻസിന്റെ മാർക്സ് നമുക്ക് എത്രയാണെന്ന് അറിയണം. ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന മാർക്ക് 7 മാർക്കാണ്. താങ്ക് യു. അപ്പൊ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു രഞ്ജിത്ത് ആൻഡ് റിജി. അപ്പൊ ചിട്ടു, ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഉഗ്രൻ എപ്പിസോഡായിരുന്നു. നമ്മൾ അടിപൊളി വീഡിയോ കണ്ടു, നമ്മുടെ സൂപ്പർ സ്റ്റാർ കപ്പിൾസിനെ തെരഞ്ഞെടുത്തു, കലിപ്പന്റെയും കാന്താരിയുടെയും പെർഫോമൻസ് കണ്ടു. നമ്മള് നമ്മുടെ വൈൻഡപ്പിലേക്ക് പോവാണ്. നമ്മുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. പക്ഷെ വൈൻഡപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് സൂപ്പർ സ്റ്റാർ കപ്പിൾസിന്റെ ചുറ്റും ഇരിക്കുന്നത് ആ ഒരു സെഗ്മെന്റിൽ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ കാഴ്ചവെച്ചു. മീറ്റ് മെറി, സുമിത്, ഹിമ, നിസാർക്ക, ഷിജിത, നിങ്ങൾ ഫൈറ്റ് ചെയ്യൂ ഈ ഒരു സൂപ്പർ സ്റ്റാർ ഗാലറിയിലെ സൂപ്പർ സ്റ്റാർ കപ്പിൾസ് ആവാൻ വേണ്ടിട്ട്. ഈ പ്രാവശ്യം ഇരുന്നോട്ടെ, ആദ്യമല്ലേ, അതൊന്നും സാരമില്ല. നമ്മള് നമ്മൾ പൊളിക്കും. ഈ കസേല നമ്മൾ എടുത്തിരിക്കും. ഈ കസേല നമ്മൾ എടുത്തിരിക്കും. സ്വാഗ് ഇക്ക കലിപ്പ്. എന്നോടേ ഇങ്ങനെ ഈ വോട്ട് വന്നപ്പോ പറഞ്ഞെന്റെ അടുത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഇതിലിരിക്കാണ്. ഞാൻ എന്റെ പെണ്ണിനോട് ഒരു വോട്ട് ചെയ്തു, ഞാനൊരു വോട്ട് ചെയ്തു. അപ്പൊ പിന്നെ എന്തെങ്കിലും രണ്ടൂട്ട് എന്റെ വക ഉണ്ടല്ലോ, ആ ഒരു ബേസിലോട് കയറി നോട്ടേച്ചിട്ടാണ് ഒരു ദാനമായി കൊടുത്താണ്. ദാനമായിട്ട് കൊടുത്തിട്ടുണ്ടോ? ശരി, ഇല്ലായിരുന്നു നമ്മളെഴുന്നേനല്ലേ? അല്ല, പിന്നെ നമ്മളല്ലേ ഇരിക്കുക. ഓക്കെ, അതുകൊണ്ടാ. അതോ സൂക്ഷിക്കണം കേട്ടോ, അടുത്ത പ്രാവശ്യം തരൂല, നിങ്ങൾ വാങ്ങിച്ചെടുത്തോളാം. സുമിത്, ഹിമ? ഇല്ല, അത് തന്നെ മീത്ത് പറഞ്ഞ പോലെ ഫസ്റ്റ് അവര് എടുത്തല്ലോ, ഇനിയിപ്പോ കഴിഞ്ഞ കാര്യമല്ലേ, നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാല്ലേ ചേട്ടായി. അപ്പോ വൈൻഡപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പ് അജിത്തിന്റെയും ഡോണയുടെയും ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി അങ്ങ് ചെയ്യാം. ഓക്കെ, കം ഓൺ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇന്ന് ചാച്ച ബൈ പറഞ്ഞു പോവാണ്. ദിസ് ഇസ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ആൻഡ് BSY നോനി ഹെയർ കളർ ഷാംപൂ. Co-presents Mr. and Mrs. Blockbuster partner MyG, My Generation Digital Hub, co-powered by Asian Paints and special partner Sopic. രണ്ടുപേരും ഇവിടെ വാ. അജിത്ത് and Donna. Bye-bye. എന്റെ സ്നേഹിതയാണ് കരളേ
ചിരിക്കൂ